കരിക്കിന്റെ തൊണ്ടിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സർവകലാശാല ഏതാണ്? ഉത്തരം മഹാത്മാഗാന്ധി സർവകലാശാല, കോട്ടയം. MG യൂണിവേഴ്സിറ്റി, കോട്ടയം. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന പരിസ്ഥിതി ദിന ക്വിസ് HSS വിഭാഗങ്ങളിലുള്ളവർക്ക് പഠിക്കാനും മത്സരിച്ച് മുന്നേറാനും സഹായിക്കുന്ന ഈ ക്വിസ് വീഡിയോയിലേക്ക് 50 ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിളകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത രാജ്യം? ഉത്തരം സ്വീഡൻ. സ്വീഡനിലെ ലിങ്കോപ്പിംഗ് യൂണിവേഴ്സിറ്റിയാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കീടനാശിനി വിരുദ്ധ ബോഡി സ്യൂട്ട് ഏതാണ്? കിസാൻ കവച്. കിസാൻ കവച് എന്നാണ് ഈ ബോഡി സ്യൂട്ടിന്റെ പേര്. കിസാൻ കവച് വികസിപ്പിച്ചെടുത്ത ബംഗളൂരുവിലെ സ്ഥാപനം ഏതാണ്? ബ്രിക്ക് ഇൻസ്റ്റെം. ബ്രിക്ക് ഇൻസ്റ്റെം. സാധാരണയായി കരയിലും കടലിലും സസ്യങ്ങളിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിലൂടെ അഥവാ ഫോട്ടോസിന്തസിസ് വഴി പുറന്തള്ളുന്ന വാതകം ഏത്? ഉത്തരം ഓക്സിജൻ. ഓക്സിജൻ വാതകം. സൂര്യപ്രകാശം ചെന്നെത്താൻ പ്രയാസമായ പ്രകാശ സംശ്ലേഷണം സംഭവ്യമല്ലാത്ത ആഴക്കടലിൽ ഉണ്ടാവുന്നതായി കണ്ടെത്തിയ ഓക്സിജന് പേര്? ഡാർക്ക് ഓക്സിജൻ. ഡാർക്ക് ഓക്സിജൻ. അടുത്തിടെ ഗവേഷകർ ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തിയ സമുദ്രഭാഗം? ഉത്തരം പസഫിക് സമുദ്രം. പസഫിക് സമുദ്രം. സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന ഹരിതകം അഥവാ ക്ലോറോഫിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ? ഉത്തരം PJ പെൽറ്റിയർ, JB കവൻഡോ എന്നീ 2 പേർ ചേർന്നാണ് ഹരിതകം കണ്ടുപിടിച്ചത്. കോഴിക്കോട് നഗരത്തെ പൂർണ്ണമായി മാലിന്യമുക്തമാക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? അഴക്. അഴക് ആപ്പ്. കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ ബോട്ട് ഏത്? കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ ബോട്ടാണ് കതിരവൻ. കതിരവൻ. ന്യൂസിലൻഡ് പാർലമെന്റ് വ്യക്തി പദവി നൽകിയിട്ടുള്ള പർവ്വതം ഏത്? ഉത്തരം മൗണ്ട് എഗ്മണ്ട്. മൗണ്ട് താരാനഗി, താരാനഗി മൗങ്ക എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ആനകളുടെ പരിപാലനം, രോഗചികിത്സ എന്നിവ സംബന്ധിച്ച മാതംഗലീല എന്ന ചികിത്സാ ഗ്രന്ഥം രചിച്ചതാര്? തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസ്. അഷ്ടാംഗഹൃദയം എന്ന പ്രശസ്ത ആയുർവേദ ചികിത്സാ ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം വാഗ്ഭടൻ. വാഗ്ഭടനാണ് രചിച്ചത്. ഹിമാലയ പർവ്വത നിരകളിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ്? ഉത്തരം പീർ പഞ്ചാൽ. പീർ പഞ്ചാൽ. പ്രോജക്റ്റ് ടൈഗർ, പ്രോജക്റ്റ് എലിഫന്റ് എന്നീ 2 സംരക്ഷണ പദ്ധതികളും നടപ്പിലാക്കിയ കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം, പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. 1895 പണി പൂർത്തിയായ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ? ജോൺ പെന്നി ക്വിക്ക്. ജോൺ പെന്നി ക്വിക്ക്. ഹിമപ്പുലി അഥവാ സ്നോ ലിയപ്പാർഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായുള്ള പ്രദേശം? ലഡാക്ക്. ലഡാക്കിലാണ് കൂടുതലായുള്ളത്. നായ്ക്കളുടെ മാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിച്ച് നിയമം പാസാക്കിയ ഏഷ്യൻ രാജ്യം? ഉത്തരം ദക്ഷിണ കൊറിയ, റിപ്പബ്ലിക് ഓഫ് കൊറിയ. ഏഷ്യൻ കിങ് ഇനം കഴുകന്മാരെ സംരക്ഷിക്കാനായി ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചു. ഇതിൻ്റെ പേര്? ജഡായു കൺസർവേഷൻ ബ്രീഡിംഗ് സെന്റർ. ഉത്തർപ്രദേശിലെ പിഞ്ചോറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റാംസർ കൺവെൻഷന് കീഴിലുള്ള വെറ്റ്ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ലഭിച്ച ലോകത്തെ 31 നഗരങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരങ്ങളേവ? ഇൻഡോർ മധ്യപ്രദേശ്, ഉദയ്പൂർ രാജസ്ഥാൻ.
റാംസർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയ എത്ര തണ്ണീർത്തടങ്ങളാണ് 2025 മെയ് മാസം ഇന്ത്യയിൽ ഉള്ളത്? ഉത്തരം 89. 89 റാംസർ സൈറ്റുകൾ ഇന്ത്യയിലുണ്ട്. 2025 ഇതുവരെ റാംസർ സൈറ്റിൽ എത്ര പുതിയ തണ്ണീർത്തടങ്ങളാണ് ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുത്തിയത്? ഈ വർഷം ഇതുവരെ എത്ര തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? 4. 2025 4. സങ്കരക്കോട്ടൈ പക്ഷിസങ്കേതം, തേർത്തങ്കൽ പക്ഷിസങ്കേതം തമിഴ്നാട്, ഖേച്ചിയോ ബൽറി തണ്ണീർത്തടം സിക്കിം, ഉദ്ധ്വ തടാകം ജാർഖണ്ഡ്. 2024 IQ എയർ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും മലിനമായ വായുവുള്ള രാജ്യം ഏത്? ഉത്തരം ബംഗ്ലാദേശ്. 2024 IQ എയർ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും മലിനമായ വായുവുള്ള നഗരം ഏതാണ്? ഉത്തരം ലാഹോർ, പാകിസ്ഥാനിലെ ലാഹോർ നഗരം. അറബിക്കടലിലെ സ്രാവുകളെയും തിരണ്ടികളെയും സംബന്ധിച്ച ഗവേഷണത്തിനും സംരക്ഷണത്തിനും ഇന്ത്യയോടൊപ്പം സഹകരിക്കുന്ന രാജ്യം? ഒമാൻ. ഒമാൻ. അറിവിൽ തിളങ്ങാൻ പരിസ്ഥിതി ക്വിസ് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. 2024 UN ലോക കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചായിരുന്നു? ബാക്കു, അസർബൈജാനിലെ ബാക്കുവിൽ വെച്ച് 2024 നവംബർ 11 മുതൽ 24 വരെ. 2025 UN ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദി ഏതാണ്? ബെലം, ബ്രസീൽ നഗരമായ ബെലം. 2025 നവംബർ 10 മുതൽ 21 വരെയാണ് ഇത് നടക്കുക. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തിയത് ഏതു രാജ്യത്താണ്? ഉത്തരം USA. ന്യൂയോർക്കിലെ കെയ്റോയ്ക്ക് സമീപം 385 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മണിക്കൂർ തോറും കാലാവസ്ഥാ സൂചനകൾ നൽകാനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏത്? ഉത്തരം മൗസം. മൗസം എന്നാണ് ഈ ആപ്പിന്റെ പേര്. ജലത്തിലെ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ നീക്കം ചെയ്യാനുള്ള ഹൈഡ്രോജെൽ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബംഗളൂരു. ലോകത്താദ്യമായി ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ച മരം ഏതാണ്? ഉത്തരം നിലമ്പൂർ തേക്ക്. 2018 നിലമ്പൂർ തേക്കിന് ഈ ബഹുമതി ലഭിച്ചത്. 2025 ഹിമാനി ഗ്ലേസിയർ സംരക്ഷണ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം? ഉത്തരം താജിക്കിസ്ഥാൻ. താജിക്കിസ്ഥാനിലെ ദുഷാൻബെയിൽ മെയ് 29 മുതൽ 31 വരെയാണ് ഇത് നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനി അഥവാ ഗ്ലേസിയർ ഏതാണ്? ഉത്തരം സിയാച്ചിൻ. സിയാച്ചിൻ ഗ്ലേസിയർ. വംശനാശ ഭീഷണി നേരിടുന്ന 100 കണക്കിന് തവളകളെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിച്ച രാജ്യം ഏത്? ഉത്തരം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 1ാമതുള്ള രാജ്യം ഏത്? ലക്സംബർഗ്. യൂറോപ്യൻ രാജ്യമായ ലക്സംബർഗ്. ഇന്ത്യയിൽ എവിടെ നിന്നാണ് 40,000 വർഷത്തിലേറെ പഴക്കമുള്ള ഒട്ടകപ്പക്ഷിയുടെ ലോകത്തെ ഏറ്റവും പഴയ കൂട് കണ്ടെത്തിയത്? ഉത്തരം പ്രകാശം. ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിൽ നിന്ന്. കൽക്കരി ഖനനമുള്ള 11 സംസ്ഥാനങ്ങളിൽ വനവൽക്കരണ ഭാഗമായി വൻതോതിൽ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കാനുള്ള പദ്ധതി ഏത്? ഉത്തരം വൃക്ഷാരോപൺ അഭിയാൻ. വൃക്ഷാരോപൺ അഭിയാൻ. 2024 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ മാതാവിന്റെ പേരിൽ വൃക്ഷത്തൈ നടുന്ന സംരംഭത്തിന് തുടക്കമിട്ടത് ഏത് പേരിലാണ്? ഏക് പേഡ് മാ കെ നാം. ഫിനോൾ, ബെൻസീൻ തുടങ്ങി അപകടകാരികളായ ജലമലിനീകാരികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മുംബൈ IIT ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഉപകരണം? അരോട്രാക്ക്. അരോട്രാക്ക്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ഉദ്യാനമാകാൻ ഒരുങ്ങുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം ദേശീയോദ്യാനം. സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പരിസ്ഥിതി ചലച്ചിത്രോത്സവത്തിന് നൽകിയ പേര്? ഉത്തരം മയിൽപീലി. മയിൽപീലി. പുതുതായി കണ്ടെത്തിയ
കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പാൻഗോര കേരളിയൻസ് ഏതിനം ജീവിയാണ്? ഉത്തരം നിശാശലഭം. ഒരിനം നിശാശലഭമാണ്. സാൽമരങ്ങൾ വെട്ടിമാറ്റി തേക്കുമരങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിക്കെതിരെ ബീഹാറിലെ, അതായത് ഇപ്പോൾ ജാർഖണ്ഡിലുള്ള സിംഗ്ഭൂം ജില്ലയിലെ ഗ്രാമീണർ 1980കളിൽ നടത്തിയ സമരം ജംഗിൾ ബച്ചാവോ ആന്തോളൻ. സസ്യങ്ങളുടെ വളർച്ചാ നിരക്ക് 10,000 മടങ്ങ് വലുതാക്കി കാണിക്കുന്ന ക്രെസ്കോഗ്രാഫ് എന്ന ഉപകരണം വികസിപ്പിച്ചെടുത്തതാര്? ജെ.സി. ബോസ്, ജഗദീഷ് ചന്ദ്ര ബോസ്. പ്രകൃതിയിലുള്ള സ്വാഭാവിക ഹൈഡ്രജന്റെ വൻ ശേഖരം ഫ്രാൻസിൽ കണ്ടെത്തി. ഈ സ്വാഭാവിക ഹൈഡ്രജന് പറയുന്ന പേര് വൈറ്റ് ഹൈഡ്രജൻ. വൈറ്റ് ഹൈഡ്രജൻ. IQ എയർ 2024 പുറത്തിറക്കിയ വായു ഗുണനിലവാര പട്ടിക പ്രകാരം ഏറ്റവും മലിനമായ ഇന്ത്യൻ മെട്രോ നഗരം ഡൽഹിയാണ്. എന്നാൽ ഏറ്റവും മലിനമായ ഇന്ത്യൻ പട്ടണം ഏതാണ്? ബർണിഹത്ത്, അസം മേഘാലയ അതിർത്തിയിലുള്ള ബർണിഹത്ത്. സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വതത്തിൽ നിന്നും അടർന്നു വീണ ഹിമാനി നാമാവശേഷമാക്കിയ ഗ്രാമം ഏത്? ബ്ലാറ്റൻ. ബ്ലാറ്റൻ. ഈ അടുത്ത നാളിലാണ് ഈ സംഭവം ഉണ്ടായത്. ഹിമാനികളുടെ നാശത്തിനുള്ള പ്രധാന കാരണം എന്താണ്? ഹിമാനികളുടെ നാശത്തിന്, തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം ആഗോളതാപനം. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, മറിച്ച് വിളഭൂമിയാക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞതാര്? ഉത്തരം മസനോബു ഫുക്കുവോക്ക. മസനോബു ഫുക്കുവോക്ക. യുവർ ബോണസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. കേരളത്തിലെ ദിൽന, പോണ്ടിച്ചേരിയിലെ രൂപ എന്നീ വനിതാ സൈനികർ ലോകം ചുറ്റി സമുദ്ര സഞ്ചാരം പൂർത്തിയാക്കിയ പായ്വഞ്ചിയുടെ പേര് എന്താണ്? ഉത്തരം കമന്റ്സിൽ എഴുതിക്കോളൂ. ഇപ്പോൾ തന്നെ എഴുതിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.